അപ്പോസ്തലന്മാരെയൊക്കെ പല പട്ടണങ്ങളിലായിട്ട് അയച്ചു. അവരെല്ലാവരും പോയി രോഗശാന്തി നൽകി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമൊക്കെ പ്രസംഗിച്ചു. പുതിയൊരു എക്സ്പീരിയൻസിലാണ് ഇപ്പോൾ അപ്പോസ്തലന്മാർ നിൽക്കുന്നത്. ഇന്നത്തെ ഗോസ്പൽ നമ്മൾ വായിക്കുന്നത് ആ പോയവരൊക്കെ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് അവിടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. വളരെ നല്ലൊരു ഇവാലുവേഷൻ നടക്കുന്നു. ഇവാലുവേഷനിൽ യേശുവിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നോക്കുമ്പോൾ ഇവാലുവേഷൻ വളരെ നല്ലൊരു പ്രോസസ്സിൽ നടത്താൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യമാണ്. കാരണം ഇവർ ഇത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ പിന്നാലെ ആളുകളുമുണ്ട്. പോയത് പല പല സ്ഥലങ്ങളിലാണ്. ആ പല പല സ്ഥലങ്ങളിലെ ആളുകൾ ഈ ശിഷ്യന്മാരുടെ പിന്നാലെ തന്നെ നടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇവർക്കൊരു പ്രൈവസി നഷ്ടപ്പെടുന്നു. ഈ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്, വാ നമുക്കെല്ലാവർക്കും ഒരു വിജന സ്ഥലത്തേക്ക് പോകാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. യേശു എല്ലായ്പ്പോഴും നമ്മൾ വായിക്കുന്നത് ഒരു വിജന സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ചില സമയത്ത് യേശു ഒറ്റയ്ക്ക് ഒരു വിജന സ്ഥലത്തേക്ക് പോകുന്നു. ചില സമയങ്ങളിൽ 3 ശിഷ്യന്മാരെ മാത്രം വളരെ സെലക്ട് ചെയ്തുകൊണ്ട് വിജന സ്ഥലത്തേക്ക് പോകുന്നു. എൻ്റെ ഗോസ്പൽ വായിക്കുമ്പോൾ തോന്നിയൊരു സംശയം, ഏതാണ് ഈ വിജനസ്ഥലം? വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി വിജനസ്ഥലം എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷെ പുതിയതായിട്ട് ഒരു മീനിങ് കണ്ടില്ല. ആളുകളില്ലാത്ത സ്ഥലം, ജനവാസമില്ലാത്ത സ്ഥലം എന്നൊക്കെ തന്നെയാണ് ഗൂഗിളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനർത്ഥം നമുക്കറിയാവുന്ന സാധാരണ മീനിങ് തന്നെയാണ്. ആളുകളില്ലാത്തൊരിടത്തേക്ക് അവൻ മാറിപ്പോയി. അപ്പോഴും ചോദ്യം തീർന്നിട്ടില്ലല്ലോ, ഏതാണ് ആ ഇടം? സുവിശേഷത്തിൽ ഒരിക്കൽ പോലും പരാമർശിക്കാതെ പോയ സുവിശേഷകന്മാരെല്ലാവരും രഹസ്യമായി സൂക്ഷിച്ച ഒരിടമുണ്ട്. അതാണ് വിജനസ്ഥലം. ഏതാണ് ആ ഇടം? ഇതുവരെ അങ്ങനെ ഒരിടത്തെക്കുറിച്ച് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചെറിയ ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയാറില്ലേ. ഈ ദിവസങ്ങളിലൊരിക്കൽ മൂന്നാറിലേക്കൊരു യാത്ര പോയി. കൂടെയുള്ള വൈദ്യ വിദ്യാർത്ഥികളായിട്ടാണ് യാത്ര ചെയ്തത്. വളരെ മനോഹരമായ യാത്രയാണ്. ലക്ഷ്യം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പല സ്ഥലങ്ങൾ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ആ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാത്തത് കൊണ്ട് പുതിയ സ്ഥലങ്ങൾ കാണണം എന്നൊരു ആവശ്യത്തിലേക്ക് എത്തി. പക്ഷേ പോയ സ്ഥലങ്ങളൊക്കെ ഹിഡൻ സ്പോട്ടാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മനോഹരമായ സ്പോട്ടാണ്. പല പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഈ വിജന സ്ഥലം വളരെ പ്രത്യേകത നിറഞ്ഞൊരിടം തന്നെയാണ്. അത് ക്രിസ്തുവിൻ്റെ മാത്രമുള്ള ഹിഡൻ സ്പോട്ടാണ്. അവിടെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും മനോഹരമായ, മനുഷ്യർ അത്ര കണ്ട് കാണാത്ത ഏറ്റവും സുന്ദരമായ കുറേ കാഴ്ചകളും അനുഭവങ്ങളും. നമ്മളൊക്കെ മനസ്സിലാക്കുന്നതനുസരിച്ച് അതൊരു ദൈവസാന്നിധ്യത്തോടെ ക്രിസ്തു കണ്ടെത്തിയ ഇടമാണ്. പിതാവുമായുള്ളൊരു ബന്ധത്തിനിടയിൽ മനുഷ്യവാസമില്ലാതെ അവൻ കണ്ടെത്തിയ സ്വസ്ഥമായ സമാധാനമുള്ളൊരിടം. എനിക്ക് തോന്നുന്നു ഇന്ന് ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിനിടയിൽ കണ്ടെത്തേണ്ട ഓരോ ഹിഡൻ സ്പോട്ടുണ്ട്. പിക്നിക് സ്പോട്ടുകളൊക്കെ ഇന്ന് കണ്ടൊക്കെ എല്ലാവരും മടുത്തു. എല്ലാവരും ഹിഡൻ സ്പോട്ട് അന്വേഷിച്ചാണ് നടക്കുന്നത്. ജീവിതത്തിലും ഒരു ഹിഡൻ സ്പോട്ട് അത്യാവശ്യമാണ്. മനുഷ്യരിൽ നിന്നൊക്കെ അകന്ന് ഒരു വിജനമായൊരു സ്ഥലം, മനുഷ്യരുമില്ലാത്തൊരിടം, അവിടെ നമ്മളും ദൈവവും മാത്രമായിട്ട് കുറച്ച് സമയം. ഇങ്ങനൊരു സമയം ഇന്ന് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഒച്ചപ്പാടുകൾക്കിടയിലും കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യഗ്രതകൾക്കിടയിലൊക്കെ ജീവിച്ചിരുന്നിട്ട് കുറച്ചും കൂടി ഒരു വിഡ്രോവൽ സിംറ്റംസ് നമ്മൾ കാണിക്കണം. പിന്നാലെ വരിഞ്ഞ് ആരുമില്ലാതെ എവിടെയെന്നറിയാതെ മൊബൈലൊക്കെ മാറ്റിവെച്ച് ഈ സ്വസ്ഥമായൊരിടം ഇന്ന് ഈ ഭൂമിക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഓരോ മനുഷ്യരും അങ്ങനെ ഇടം കണ്ടെത്തിടത്ത് അവർ കുറച്ചും കൂടി എനർജറ്റിക് ആവും, കുറച്ചും കൂടി എന്തൂസിയാസ്റ്റിക് ആവും. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഹിഡൻ സ്പോട്ടിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ദൈവവുമായുള്ളൊരു ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കുറേ മനുഷ്യരുമായി ഇടപഴകി അവസാനം ആ ദൈവത്തെ നമ്മൾ മറന്നു പോകുന്ന നിമിഷം എവിടെയോ വെച്ച് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ ദൈവത്തിൻ്റെ കൈവെള്ള വിട്ട് നമുക്ക് അകന്നിരിക്കും. ക്രിസ്തുവിൻ്റെ കൃത്യമായൊരു ബോധ്യമുണ്ട്. എത്ര മഹത്തരമായ കാര്യങ്ങൾക്കിടയിലും അവനവൻ്റെ പിതാവുമായുള്ള ബന്ധത്തെ അവൻ ആഴപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരു വിജന സ്ഥലം, ഇന്ന് വരെ സുവിശേഷകന്മാർ വെളിപ്പെടുത്താത്തൊരു ഹിഡൻ സ്പോട്ട്, അത് ക്രിസ്തുവിനുണ്ടായിരുന്നു. ഇന്നത്തെ ഗോസ്പൽ നമ്മളെ റിമൈൻ ചെയ്യുന്നതും ഇതുതന്നെയാണ്. ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടാകണം. ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഓടി നടന്ന് ചെയ്യുന്നില്ലേ? കുറച്ച് സമയം സ്വസ്ഥമായി കണ്ണടച്ചിരിക്കാനും അവിടെ ഒരു ദൈവത്തെ കൂട്ടുപിടിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ജീവിതത്തിനിടയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഏദൻ തോട്ടത്തിലെ ആദം പിതാവുമായി കൈപിടിച്ച് നടന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൈപിടിച്ചുള്ള ഒരു തോട്ടത്തിലെ യാത്ര അത്യാവശ്യമാണ്. നമ്മളും ദൈവവും മാത്രം. ഒരു ഹിഡൻ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇന്ന് അത്യാവശ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.